ഉദ്ഘാടന ചടങ്ങിലാണ് നാം എല്ലാവരും ഇപ്പം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. വിവിധതരം മുളകളുടെ അളവറ്റ ശേഖരവുമായി നിറവ് ബാബു നഴ്സറി പെരുമുന്നയിൽ ആരംഭിക്കുകയാണ്. ഈ മംഗളകർമ്മത്തിന് സാക്ഷ്യം വഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്, മലബാറിൽ ആദ്യമായി തന്നെ ഇങ്ങനെ ഒരു ബാബു നഴ്സറിയുടെ ആശയം ഉദിച്ചത് നമ്മുടെ പെരുമ്പുന്നക്കാരനായ ഏറ്റവും പ്രിയപ്പെട്ട ജോണി ചേട്ടന്റെ മനസ്സിലാണ്. അപ്പോ ജോണി ചേട്ടൻ ഈ ഒരു നൂതന ആശയം നമുക്ക് എല്ലാവർക്കും പ്രചോദനകരമാണ്. ഈ ഒരു പരിപാടിയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ പരിപാടി ഉദ്ഘാടന കർമ്മം ആരംഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ആദരണീയനായ MLA ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ആന്റണി സെബാസ്റ്റ്യൻ, വൈസ് പ്രസിഡന്റ് ശ്രീമതി ഷാൻഡി തോമസ്, അതോടൊപ്പം തന്നെ നമ്മുടെ ഈ അടുത്തുള്ള എല്ലാ പഞ്ചായത്തിലെ മെമ്പർമാരും പ്രസിഡന്റും എല്ലാവരും എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും സ്നേഹത്തോടെ അവരെ എല്ലാവരെയും ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും നിറഞ്ഞ കൈയടികൾ നൽകിക്കൊണ്ട് ഈ ഒരു സന്തോഷത്തിൽ പങ്കുചേരാം. അതോടൊപ്പം തന്നെ ജോൺ ചേട്ടന്റെ ഈ ഒരു ആശയത്തിനും എല്ലാത്തിനും നമുക്കും ഏറെ പ്രചോദനകരമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചടങ്ങ് വൻ വിജയമാക്കേണ്ടത് നമ്മുടെ പെരുമ്പുന്നക്കാരുടെ ഒരു ആഗ്രഹവും അഭിലാഷവും എല്ലാമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരിപാടിക്ക് ഏറ്റവും നല്ല വിജയാശംസകൾ നേരുകയാണ്. കൊട്ടിയൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പരിപാടിക്ക് ഒരു മൗന പ്രാർത്ഥനയ്ക്കായി ഏറ്റുനിൽക്കുന്നു. ഒരു അതുല്യ സമ്മാനമാണ്. അതിന്റെ വേഗത്തിലുള്ള വളർച്ച, പരിസ്ഥിതി സൗഹൃദ സ്വഭാവം, പലതരം ഉപയോക്തൃ സാധ്യതകൾ എന്നിവയെ അടിസ്ഥാനമാക്കി ഇന്ന് ലോകമാകെയുള്ള ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരിപാടിയുടെ സ്വാഗതത്തിനായി നമ്മുടെ മുള ബാബു നഴ്സറിയുടെ അമരക്കാരനായ പ്രിയപ്പെട്ട ജോണി ചേട്ടനെ ഈ ഒരു വേദിയിലേക്ക് ഒഫീഷ്യലായി സ്വാഗതം ചെയ്യുന്നതിനായി ഈ ഒരു വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സർവ്വചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രപഞ്ചത്തെ മുഴുവൻ നയിക്കുന്ന സശക്തനായ ദൈവത്തിന്റെ ജഗദീശനായ പരമ്പര ജ്യോതിസിന് മുന്നിൽ ഈ പ്രൗഢമായ വേദിയിൽ ആതിഥേയനായി നിൽക്കാൻ അവസരം നൽകിയതിനെ ഓർത്ത് കോടിക്കണക്കിന് പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കേരളത്തിലെ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഹൃദയത്തിലേറ്റ മുറിവ് ഇന്നും വിങ്ങിപ്പൊട്ടുന്ന ചോരയൊലിക്കുന്ന ഒരു മുറിവായിട്ട് നമുക്കറിയാം. കാസർഗോഡ് ജില്ലയിലെ എൻഡ്രാസോൾ പാൻ ബാധിത മേഖലയാണ്. അതിനെപ്പറ്റി വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഒരു വാർത്തയില്ലാതെ അതിനെപ്പറ്റി ഒരു പത്രങ്ങളോ മീഡിയോ ഇന്നും ഇറങ്ങുന്നില്ല. ഏകദേശം 3 തലമുറകൾ കഴിഞ്ഞിട്ടും അതിന് പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു വലിയൊരു വേദനയാണ്, ഞെട്ടിക്കുന്ന ഒരു സത്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ ഈ ആർള ഫാമിലും അതേ എൻഡ്രോസൾഫാൻ തളിച്ചിരുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ എന്നെനിക്കറിയില്ല. ആ കാലഘട്ടങ്ങളിൽ പുഴകളിലെ സൈഡുകളിൽ ചത്തു കിടക്കുന്ന മത്സ്യങ്ങളും തവളകളും അരണങ്ങൾ പോലുള്ളതൊക്കെ ഞാൻ കണ്ടു വളർന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അതുപോലൊരു ദുരന്തത്തിൽ നിന്ന് നമ്മുടെ നാട് എങ്ങനെ മോചിതമായി എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ഏഷ്യയിൽ ഏറ്റവും അധികം മുളങ്കാടുകളുള്ള, ഒരുപക്ഷെ മുളങ്കാടുകൾ വെട്ടിത്തെളിക്കാൻ കരാറെടുത്തിട്ട് ആ സ്ഥലം അവർക്ക് അധീനമായ ഒരു പ്രദേശമായിരുന്നു ആർളം ഫാം. ആ ഫാമിലുണ്ടായിരുന്ന മുളകളും ഓടകളുമാണ് അന്തരീക്ഷത്തിലെ വിഷങ്ങളെ ദുർവീര്യമാക്കുമെന്നുള്ള ആ സത്യം ഇന്നും പ്രപഞ്ചത്തോട് ഉദ്ഘോഷിച്ചുകൊണ്ട് നമ്മുടെ മുന്നിൽ ഒരുപക്ഷെ നമ്മുടെ തലമുറകളെ രക്ഷിച്ചത് എന്ന് ഞാൻ ഇവിടുന്ന് പറയുമ്പോൾ ഇത് ചരിത്രപരമായ സത്യമാണ്. മുളയും ഇല്ലിയും എന്തിനു നടണം എന്നുള്ളതിന് ഇതിനേക്കാൾ വലിയൊരു ഉദാഹരണം ജീവിക്കുന്ന നമ്മുടെ സത്യത്തിന്റെ മുന്നിലില്ല. വളരെ ആദായകരമായ ഒരു മാർഗം കൂടിയാണ് മുളയും ഇല്ലിയും എന്ന് നമുക്കറിയാം. ഞാൻ അതിൽ വിശദീകരിക്കുന്നില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട MLAക്ക് കടന്നു പോകാൻ അദ്ദേഹത്തിന് ഒത്തിരി മീറ്റിങ്ങുകളുണ്ട്. അച്ഛനായാലും തിരക്കുണ്ട്, എല്ലാവർക്കും തിരക്കുണ്ടെന്നറിയാം. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം മാത്രം ഈ പ്രകൃതിയിൽ നമുക്ക് നീതി പുലർത്തുക. രണ്ട് കാര്യങ്ങൾ പ്രകൃതിയിൽ നാളത്തെ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ സമ്പാദിച്ചു
വെച്ചുകൊണ്ട് നമ്മൾ കടന്നു പോവാം. രണ്ട് കാര്യം. ഒന്ന്, ഈ പ്രപഞ്ചത്തിൽ ശുദ്ധജലമുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. ശുദ്ധമായ വായു ഈ പ്രകൃതിയിൽ ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏക കാര്യം നമ്മൾ ഇല്ലിയും മുളയും നട്ടുപിടിപ്പിക്കുക എന്ന് മാത്രമാണ്. ഇത് ചരിത്രപരമായ നിയോഗമാണ്. ഒരേ ഒരു കാര്യം മാത്രം നിങ്ങളുടെ സ്നേഹത്തിന് ഭാഷ അപേക്ഷിക്കുന്നു. ഒരു തൈ നിങ്ങളിന്ന് മേടിക്കുക. അത് വിലയുടെ ഒന്നുമല്ല. ഒരു 50 രൂപ മുതലുള്ള 100 രൂപയുടെ 10ലധികം തൈകളുണ്ട്. 40ഓളം ഐറ്റങ്ങളുണ്ട്. 100, 200 എല്ലാ വിലകളിലുമുള്ള നമുക്ക് എല്ലാവർക്കും സ്വീകാര്യമായ സാധനങ്ങളുണ്ട്. എന്തെങ്കിലും ഒരു സാധനം നിങ്ങളുടെ സ്നേഹത്തിന്റെ പേരിൽ നിങ്ങൾ മേടിച്ച് ഇന്നത്തെ ദിവസത്തിന്റെ ഓർമ്മയ്ക്കായി ഈ പ്രകൃതിയിൽ നിങ്ങൾ നട്ടുപിടിപ്പിക്കുക. നിങ്ങൾ കടന്നു പോകാം, തലമുറകൾ വളർന്നു വരാം. പക്ഷെ നമ്മൾ കൊടുത്ത ഈ പ്രകൃതിക്ക് കൊടുക്കുന്ന ഊർജം എന്ന് നിലനിൽക്കും. ഞാൻ ഒറ്റ വാക്കിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കാരണം പേരെടുത്ത് ഞാൻ പറയുന്നില്ല. നമ്മുടെ അഞ്ചു എല്ലാവരെയും പരിചയപ്പെടുത്തും, ക്ഷണിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ 2 പ്രാവശ്യം വേണ്ടല്ലോ. ബഹുമാനപ്പെട്ട MLA ആദ്യമായിട്ട് ചെറിയ ഉദ്ഘാടന പ്രസംഗം അതേ തിരക്കുള്ളതുകൊണ്ട് പിന്നെ അച്ഛൻ കാര്യങ്ങൾ നിയന്ത്രിക്കും. എല്ലാവരെയും സ്നേഹത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും ദീപാനുഗ്രഹം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും സ്നേഹത്തോടൊപ്പം ഈ ഒരു ചടങ്ങിന് കൂടുതൽ മധുരം പകരുന്നതിന് കൂടി എല്ലാവരും സന്തോഷത്തോടെ നിറഞ്ഞ കയ്യടികൾ നൽകിക്കൊണ്ട് ഈ ചടങ്ങിന് നമുക്കും ഇവരോടൊപ്പം തന്നെ ഏറ്റവും ഹൃദയപൂർവ്വം ചേരാമെന്ന് അറിയിച്ചുകൊള്ളുന്നു. ഒരുപാടുണ്ടല്ലോ ഐറ്റംസ് അല്ലേ? ഇനി ഇവിടെ നടക്കുന്നത് ആദ്യ വിൽപ്പനയാണ്. അപ്പോ ശ്രീമതി ലൈസ ജോസ് തടത്തിൽ, കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പറും അതോടൊപ്പം തന്നെ ജോണി ചേട്ടന്റെ പെങ്ങളുമാണ്. ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആദ്യ വിൽപ്പനയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഊർജ്ജസ്വലതയോടുകൂടി കൈയടിച്ചുകൊണ്ട് ഈ ഒരു സന്തോഷത്തിൽ പങ്കുചേരുക. ഇനിയും ജോണി ചേട്ടന് ഏറ്റവും വൻ വിജയമായി തന്നെ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കഴിയട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. ഏറ്റുവാങ്ങുന്നത് ശ്രീ ബിജു പി അലക്സ് ആണ്, MD സ്കിൻകോ പ്രൊഡക്റ്റ് കണ്ണൂർ. പേരാവൂർ നിയോജക മണ്ഡലം MLAയുമായ ശ്രീ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് സാറിനെ നിറവ് ബാബു നഴ്സറി ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഏറ്റവും ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ഫാദർ ജോൺ പൊന്നമ്പേൽ, നമ്മളുടെ പള്ളി വികാരി, പ്രിയപ്പെട്ട കണിച്ചാർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ആന്റണി സെബാസ്റ്റ്യൻ, വൈസ് പ്രസിഡന്റ് ഷാൻഡി, മറ്റ് ജനപ്രതിനിധികളെ, ഈ സംരംഭത്തിന്റെ മാനേജ്മെന്റ് നിയന്ത്രിക്കുന്ന ശ്രീ ജോണി, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ദിവസം രാവിലെ അതുപോലെ കൊട്ടിയൂര് ക്ഷേത്രത്തിന്റെ ചെയർമാൻ ഉൾപ്പെടെയുള്ള പ്രമുഖര്, വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങിലാണ് നമ്മൾ സംബന്ധിക്കുന്ന എല്ലാവരും വളരെ സന്തോഷത്തോടെ. നിറവ്, പ്രിയപ്പെട്ട ഉസ്താദ്, നിറവ് നമുക്കെല്ലാം വളരെയേറെ സന്തോഷം നൽകുന്നു. ഇവിടെ ആമുഖ പ്രസംഗത്തിൽ, സ്വാഗത പ്രസംഗത്തിൽ ജോണി ആ കാര്യങ്ങൾ വിശദീകരിച്ചു. പ്രകൃതിയുടെ സംരക്ഷണത്തിന് നമുക്കറിയാം ഇല്ലിയും ഈറ്റയും എല്ലാം ഏറ്റവും അത്യാവശ്യമാണ്. പണ്ടത് സമൃദ്ധമായിട്ട് നമ്മുടെ പറമ്പുകളിലും പുഴയോരങ്ങളിലും റോഡിന്റെ വക്കകളിലുമൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. പല കാരണങ്ങൾ കൊണ്ട് ആ പ്രകൃതി സമ്പത്ത് നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ലിമുളം കാടുകളിൽ എന്ന പാട്ട് ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ഓർമ്മിച്ചു പോയി. ലല്ലലലം പാടി വരും. ആ പാട്ടിന്റെ അർത്ഥം നമുക്കറിയാം, ഇല്ലിക്കാടുകളുടെ മനോഹാരിതയാണ്. പിന്നെ ഒരു കാര്യം ഞാൻ ഓർമ്മിച്ചത്, ആരോ ഇംഗ്ലീഷ് പറയാൻ ഇംഗ്ലീഷുകാരെ വെല്ലുവിളിച്ചു. ഈ വാക്കിന്റെ അർത്ഥം ഇനി VK കൃഷ്ണമേനോനാണ് ആരാണോ ഇംഗ്ലണ്ടിൽ ഇംഗ്ലീഷുകാരെ വെല്ലുവിളിച്ച് ഈ വാക്കിന്റെ അർത്ഥം പറയാമെന്ന് ചോദിച്ചാൽ എന്താണ്? These kotas and vattis are made of both agambulis and porumbulis of illis, etas and odas.
These kottas and vattis are made of both agambolis and porambolis of illis, itas and odas. Kottayam vatti ഉണ്ടാക്കുന്നത് എല്ലിയുടെയും ഈറ്റയുടെയും ഓടയുടെയും അകമ്പൊളിയും പുറമ്പൊളിയും കൊണ്ടാണ് പറഞ്ഞപ്പോൾ അതിന്റെ ഉത്തരം പറയാൻ ഏറ്റവും വലിയ ഇംഗ്ലീഷുകാർക്ക് പോലും സാധിച്ചില്ല. അപ്പൊ ഇല്ലിയുടെയും ഈറ്റയുടെയും ഓടയുടെയും പ്രാധാന്യം നമുക്കെല്ലാവർക്കും അറിയാം. പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം അറിയാം. കേരളം ദൈവത്തിന്റെ സ്വന്തം നാടായിട്ട് അറിയപ്പെടുന്നത് പ്രകൃതി ഭംഗിയുടെ പശ്ചാത്തലത്തിലാണ്. മഴയും വെള്ളവും നമുക്ക് ലഭ്യമാകുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. കാലം തോറും 6 മാസം മേഘവർഷധാരയെങ്കിൽ മാലിന്യം നീക്കുവാൻ ഭൂമി കുളിപ്പതെങ്ങോ. അതാണ് കേരളാംബയെ കവി വർണ്ണിച്ചത്. എല്ലാ കൊല്ലവും 6 മാസം മഴ കൊണ്ട് ഭൂമി കുളിക്കുന്ന സ്ഥലം അതാണ് കേരളം. പല പച്ച സസ്യങ്ങളാം കോടി വസ്ത്രം ഓണക്കാലം സുലഭമായി ഉടുക്കുന്ന പതിവ് വരും. ഓണക്കാലമാകുമ്പോൾ നമ്മുടെ സസ്യലതാദികളെല്ലാം തളിർത്തു നിൽക്കും. അത് കേരളാംബയുടെ കോടി വസ്ത്രമാണ്. പല പച്ച സസ്യങ്ങളാം കോടി വസ്ത്രം ഓണക്കാലം സുലഭമായി ഉടുക്കുന്ന പതിവുമെങ്ങോ. ഇതാണ് കേരളത്തിന്റെ സവിശേഷതയെങ്കിൽ ഇന്ന് ആ പ്രകൃതി ഭംഗി നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജലസമ്പത്ത് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ വെള്ളപ്പൊക്കമുണ്ടായി, വലിയ പ്രകൃതിക്ഷോഭമുണ്ടായി കഴിഞ്ഞാലും ഒരാഴ്ചക്കകം നമ്മുടെ പുഴകളും ജലാശയങ്ങളും കിണറുകൾ പോലും വറ്റി വരളുകയാണ്. നമുക്ക് ജല ലഭ്യതയ്ക്ക് പകരം ജല ദൗർലഭ്യം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ആഗോള താപനം നമുക്കെല്ലാവർക്കും അറിയാം. അത് ലോകത്തിന്റെ കാലാവസ്ഥാ വ്യതിയാനം ലോകത്തിന്റെ പ്രധാനപ്പെട്ട വിഷയമാണ് എങ്കിൽ നമ്മൾ മലയാളികൾ ധരിച്ചു അത് കേരളത്തെ ഒരിക്കലും ബാധിക്കില്ല എന്നാണ് നമ്മൾ കരുതിയത്. എങ്കിൽ കേരളത്തിലും ചൂടിന്റെ വലിയ പ്രയാസം നമ്മൾ അനുഭവിക്കുകയാണ്. ഒട്ടുമിക്ക ആളുകൾക്കും എയർ കണ്ടീഷൻ കാറുകൾ വേണം, എയർ കണ്ടീഷൻ ഓഫീസുകൾ വേണം, എയർ കണ്ടീഷൻ വീടുകൾ വേണം. ചില സ്ഥലങ്ങളിലെങ്കിലും പള്ളിയും ക്ഷേത്രം പോലും ഇപ്പൊ ഇവിടെ തന്നെ അറിയാമല്ലോ, മടപ്പുറച്ചാലിലെ പള്ളി എയർ കണ്ടീഷൻ പള്ളിയാണ്. ആ അവസ്ഥയിലേക്ക് ചൂട് കൂടിക്കൂടി വരികയാണ്. ആഗോളതാപനം ആളുകൾ അത് മനസ്സിലാക്കുന്നില്ല. നമ്മൾ കേരളത്തെ ബാധിക്കില്ല, ഈ തലമുറയെ ബാധിക്കില്ല എന്നാണ് നമ്മൾ കരുതിയത് എങ്കിൽ വലിയ പ്രതിസന്ധി ഇന്ന് ലോകത്തെമ്പാടും വരികയാണ്. ലോകരാഷ്ട്ര നായകന്മാർ പങ്കെടുത്ത കാലാവസ്ഥ ഉച്ചകോടി സമ്മേളനങ്ങളിൽ സത്യത്തിൽ 2 വിദ്യാർത്ഥിനികളാണ് ഫ്രൈഡേ സ്ട്രൈക്ക് എന്ന് പറയുന്ന ആ ഒരു കുട്ടിയുടെ സമരമാണ്. ഗ്രേറ്റ തുൻബർഗ എന്ന ഒരു പെൺകുട്ടിയാണ് ലോകരാഷ്ട്ര നായകന്മാരുടെ മുഖത്ത് നോക്കി നിങ്ങൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നു, കാലാവസ്ഥാ സംരക്ഷണത്തിൽ നിങ്ങൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നുവെന്ന് ലോകരാഷ്ട്ര നായകന്മാരോട് ചെറിയ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിക്ക് പറയാൻ സാധിച്ചുവെങ്കിൽ ഇന്ത്യക്കാരിയായ ലിസിപ്രിയ അതേപോലെ തന്നെ കാലാവസ്ഥാ സംരക്ഷണത്തിന്റെ ദൗത്യം ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നുവെങ്കിൽ നമുക്കെല്ലാം അതിന്റെ ഉത്തരവാദിത്തമുണ്ട്. അതിനെ നമ്മളെ പ്രേരിപ്പിക്കുന്ന, അതിനെ നമ്മളെ ഉപയോഗപ്പെടുത്തണം. പോസിറ്റീവ് എനർജി ലഭിക്കുന്നു, മണ്ണൊലിപ്പ് തടയുന്നു, ഉരുൾപൊട്ടലിനെ പ്രതിരോധിക്കുന്നു, അന്തരീക്ഷത്തിലെ വിഷാംശങ്ങൾ നിർവീര്യമാക്കുന്നു, ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നു, ജലസ്രോതസ്സുകൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നു, ജലാശയങ്ങളെ ശുദ്ധീകരിക്കുന്നു, കനത്ത ചൂടിലും കുളിർമയേകുന്നു. ഇതാണ് ഈ സംരംഭം, ഇതാണ് ഈ പദ്ധതി. അതിലെല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് എനിക്ക് കച്ചേരിക്കടവിലും ആദ്യത്തെ കുർബാന കഴിഞ്ഞ് അച്ഛൻ പങ്കെടുക്കുന്ന ഒരു പരിപാടി 9 മണിക്ക് എത്തണം. അതുകൊണ്ടാണ് ഈ അധ്യക്ഷ പ്രസംഗത്തിനും മറ്റു പരിപാടികൾക്കും കാത്തു നിൽക്കാൻ കഴിയാത്തത്. എല്ലാവർക്കും ആശംസകൾ നേർന്ന് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. വിശിഷ്ട വ്യക്തികളെ, പ്രിയ സഹോദരങ്ങളെ, വളരെ വ്യത്യസ്തമായ ഒരു ചുവടുവയ്പ്പാണ് ഇന്ന് ജോണിച്ചേട്ടൻ ഇവിടെ നടത്തിയിരിക്കുന്നത്. നമുക്ക് ഒത്തിരി നേഴ്സറികൾ നമ്മൾ കാണുന്നുണ്ട്. പ്രകൃതിക്ക് ഇണങ്ങിയ രീതിയിൽ പൂന്തോട്ടങ്ങളുടെ നേഴ്സറികൾ, ഫ്ലവർ നേഴ്സറികൾ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഈ ബാംബു നേഴ്സറി. ഈ ബാംബു നഴ്സറിയെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ഞാൻ ഇതിന് മുമ്പിരുന്ന പള്ളി തളിപ്പറമ്പിനടുത്താണ്. അവിടെ ഒരു ബാംബു ഹോട്ടലുണ്ട്. അപ്പോൾ ഇങ്ങനെ ബാംബുവിൻ്റെ
തണ്ടൊക്കെ വെച്ച് അവരിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് ഇതൊക്കെ വെച്ചപ്പോൾ അതിൻ്റെ ഉള്ളിലിരിക്കുന്നത് തന്നെ വളരെ ഒരു ശീതീകരിച്ച റൂമിലിരിക്കുന്ന പോലെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം ബാമ്പു എന്ന് പറയുന്നത് വ്യത്യസ്തങ്ങളായ തലങ്ങളുണ്ട്. നമുക്ക് അത്ര പരിചിതമില്ല. നമ്മൾ സാധാരണ നമ്മുടെ തോട്ടിയോ ഏണിയോ അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ ഗാർഡനിൽ നല്ല മനോഹാരിത പകരുന്ന തരത്തിലുള്ള ബാമ്പുകളുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ പശ്ചിമഘട്ട മലനിരകളിൽ വസിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. കാരണം അങ്ങ് വിന്ധ്യ സത്വര പർവ്വതനിരകൾ തൊട്ട് താഴെ ഇങ്ങോട്ട് കന്യാകുമാരി വരെ കിടക്കുന്നതാണ് വെസ്റ്റേൺ ഗാട്സ്. ഈസ്റ്റേൺ ഗാട്സും ഉണ്ട്. അപ്പോൾ നമ്മൾ വെസ്റ്റേൺ ഗാട്സിൽ ജീവിക്കുന്നവരാണ്. അതിൻ്റെതായിട്ടുള്ള എല്ലാ പാരിസ്ഥിതികമായിട്ടുള്ള നന്മകളും നമുക്ക് കിട്ടുന്നുണ്ട്, ഒപ്പം ദോഷങ്ങളും. ദോഷങ്ങളൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ 5-6 വർഷങ്ങൾക്കിടയിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ തന്നെ നമ്മൾ വലിയ തോതിൽ ഈ മാർച്ച് മാസം തൊട്ട് മഴയുടെ വലിയ പ്രതിസന്ധിയിലൂടെയൊക്കെ പോവുക. നമുക്കറിയാം, കാലാവസ്ഥ വ്യതിയാനം ഇന്ന് ലോകത്തെ വലിയ തോതിൽ, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാഷ്ട്രങ്ങളെ പോലും കാലാവസ്ഥ വ്യതിയാനങ്ങൾ വലിയ തോതിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഒരു എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി അപ്രോച്ച്, പരിസ്ഥിതി സൗഹൃദമായ ഒരു സമീപനം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എങ്കിൽ നമ്മുടെ കാലാവസ്ഥയൊക്കെ ആഗോളതാപനം, ഗ്ലോബൽ വാർമിങ്ങുമായി ബന്ധപ്പെട്ട്, ആഗോളതാപനമൊക്കെ ബന്ധപ്പെട്ട് ലോകത്തിലെ വലിയ സമ്പന്ന രാഷ്ട്രങ്ങൾ പോലും വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്നുള്ളതാണ് പറഞ്ഞു വയ്ക്കുക. നമുക്ക് അറിയാം, ഈ പച്ചപ്പ് കൂടുതലുള്ള പ്രദേശമാണ് വെസ്റ്റേൺ ഗാട്സ്. അതുകൊണ്ട് തന്നെയാണ് ഈ വലിയ മുതലാളിത്ത രാജ്യങ്ങളൊക്കെ നമ്മുടെ ഈ വെസ്റ്റേൺ ഗാട്സ് സംരക്ഷിക്കണമെന്ന് വേണ്ടിയുള്ള പരിസ്ഥിതി സംരക്ഷണ തലങ്ങൾ പോലും. അപ്പൊ അതിന്റെ പിന്നിലുള്ള സാഹചര്യങ്ങൾ ഒന്നിലേക്ക് ഞാൻ പോകുന്നില്ല. എങ്കിൽ പോലും നമ്മൾ നമ്മുടെ നാട്ടിൽ ഒത്തിരി പച്ചപ്പുകൾ ഇങ്ങനെ നിൽക്കുന്നു. പക്ഷേ ഒരു മരം മാത്രമല്ല ഈ നാട്ടിൽ മുഴുവൻ. ഞാൻ ഈ പിള്ളേരോട് ഇടയ്ക്ക് ഇങ്ങനെ പറയും, നമ്മുടെ നാട്ടിൽ റബ്ബർ മാത്രമേ ഉള്ളൂ, അവസ്ഥയെന്ന് ഓർത്ത് നോക്കിയേ, അല്ല തെങ്ങ് മാത്രമേ ഉള്ളൂ, അവസ്ഥയെന്ന് ഓർത്ത് നോക്കിയേ. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിൽക്കണം, ഇക്വിലിബ്രിയം നിലനിർത്തണം. അത് നഷ്ടപ്പെടുന്നത് ഒന്നിന്റെ ആധിക്യമില്ല. അപ്പോൾ എല്ലാം വേണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമുക്ക് ഓക്സിജൻ വളരെ സജീവമായിട്ട് ലഭിക്കേണ്ടത്. ഒപ്പം നമുക്ക് മണ്ണിന് വലിയ തോതിൽ വെള്ളം നിലനിർത്തുന്നത്, അതുപോലെ തന്നെ മണ്ണൊലിപ്പ് തടയുന്നത്, അങ്ങനെ ഒത്തിരി തലങ്ങളിൽ ഈ ബാമ്പുവിന്റെ വൈവിധ്യങ്ങൾ. അപ്പോൾ നമുക്ക് നല്ല ഒരു പരിസ്ഥിതി സ്നേഹിയായി തരാം. പ്രകൃതിയെ സ്നേഹിക്കുമ്പോൾ നമ്മളൊക്കെ നമ്മളല്ലേ മരം ഒരു വരം എന്ന് പറയുന്നത്. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സ്കൂളുകളിലൊക്കെ കുട്ടികൾ ഇങ്ങനെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ നമ്മളിങ്ങനെ മരത്തൈകളൊക്കെ നടക്കും. അപ്പോൾ തീർച്ചയായിട്ടും വെറുതെ നട്ടുപോകുന്നതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ 10 മരങ്ങൾ മുറിക്കുമ്പോൾ ഒരു 20 മരത്തൈകളെങ്കിലും വെച്ചിരിക്കണം. അത് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് ഇത് എവിടെ കൊണ്ടേ വെക്കുമെന്നുള്ള രീതിയിലാണ് നമ്മുടെ പലരും. പക്ഷേ ഇത് ഇല്ലാതിരിക്കുന്ന, നിങ്ങൾ ഇപ്പോൾ വെക്കുന്ന ഓരോ മരത്തൈകളും ഓരോ മുളകളും നിങ്ങളുടെ വരും തലമുറയ്ക്ക് മുതൽക്കൂട്ടാണെന്ന് ഓർത്തിരിക്കുക. നമ്മുടെ പൂർവികര് വെച്ചുപിടിപ്പിച്ച ഇതല്ല, നമ്മൾ വെച്ചുപിടിച്ചത് എന്താണെന്ന് ഓരോരുത്തരും സ്വയം ചിന്തിച്ചോളുക. അതിന്റെ അപ്പുറത്തേക്ക് നമ്മളുടെ പൂർവികര് വെച്ചുപിടിപ്പിച്ച് വളർത്തിയെടുത്തത് കൊണ്ടാണ് നമ്മളൊക്കെ നന്നായിട്ട് ഇപ്പോൾ ഒച്ചിനൊക്കെ സൃഷ്ടിച്ച് വളരെ സന്തോഷകരമായിട്ടിരിക്കുക. അപ്പൊ ആ ഒരു തലം നമ്മുടെ വരും തലമുറയ്ക്കും അതിന്റെ അടുത്ത തലമുറയ്ക്കും കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ മുറിച്ചു മാറ്റി ഈ തരിശുഭൂമിയായിട്ട് എല്ലാ തരത്തിലുള്ള പാരിസ്ഥിതിക ജന്യ രോഗങ്ങൾക്കും കാരണമാകുന്ന തരത്തിൽ നമ്മുടെ ജീവിതശൈലികൾ മാറ്റരുത്. നമ്മൾ പച്ചക്കറികളായിട്ട് എന്തായാലും നട്ടു വളർത്തി നമ്മൾ തന്നെ അത് കഴിക്കണം. മാത്രമല്ല നമ്മൾ ഈ കീടനാശിനികൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് കുറയ്ക്കണം. അതിന് ഈ ജൈവപരമായ തലങ്ങൾ അനിവാര്യമാണ്. അപ്പൊ ജൈവ തലത്തിൽ കൂടുതൽ അനിവാര്യതയിലേക്ക് നിലനിൽക്കാൻ തക്കവിധം ഈ ബാമ്പു വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഓർത്തിരിക്കുക. നമുക്ക് നമ്മുടെ ചുറ്റുപാടുകൾ വലിയ തണലും വളരെ കുളിർമയും വളരെ തണുപ്പും ജല സ്രോതസ്സൊക്കെ നിലനിൽക്കാൻ അനിവാര്യമാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ജോണി ചേട്ടനെ ഹൃദയപൂർവ്വം ഞാൻ അഭിനന്ദിക്കുന്നു. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ, ഒത്തിരി വളർച്ച ഈ സംരംഭത്തിനുണ്ടാകട്ടെ. അതിനോടനുബന്ധിച്ച് നമ്മുടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റുമാർ 2 പേര് ഇവിടെ ഇരിപ്പുണ്ട്, വൈസ് പ്രസിഡന്റ് ഒക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരോട് ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നിങ്ങൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടത്. പഞ്ചായത്തുകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പരിസ്ഥിതിയെ, അതായത് മണ്ണൊലിപ്പ് തടയാൻ, അല്ലെങ്കിൽ തോടുകളിൽ നിങ്ങൾ ഈ ബണ്ട് കിട്ടുന്നവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുപിടിപ്പിക്കാൻ, അല്ലെങ്കിൽ വെറുതെ കിട്ടുന്ന
സ്ഥലങ്ങളിലേക്ക് ഇതൊക്കെ കൊണ്ടുപോയി വെക്കാൻ അങ്ങനെ വലിയ തോന്നി. പിന്നെ മറ്റൊരു പ്രശ്നം ഇതിന്റെ പേരിൽ ആന ഇങ്ങനെ അത് കയറുമെന്നൊരു പ്രശ്നമുണ്ട്. എങ്കിലും അതിനാവശ്യമായ നടപടിക്രമങ്ങളൊക്കെ പഞ്ചായത്തിന്റെയും ഗവൺമെന്റിന്റെയും അതല്ലെങ്കിൽ ഭരണപരമായിട്ടുള്ള തലങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഏറ്റവും മനോഹരമായി ക്രമീകരിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ബദ്ധശ്രദ്ധരായിട്ട് വരും കൊല്ലങ്ങളിലൊക്കെ സ്കൂളുകളിൽ പോലും ഇങ്ങനെ ബാമ്പു കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചാൽ കുറെ കൂടി നമ്മൾ നമ്മുടെ പ്രകൃതിയോടും നമ്മുടെ പ്രദേശത്തോടും നമ്മുടെ നാടിനോടും നമ്മൾ കുറച്ചുകൂടി സഹകാരികളായി തീരുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. എല്ലാ നന്മകളും ഭാവങ്ങളും നേരുന്നു. നഴ്സറി ഇതൊരു 3 സംഗമ വേദിയാണ്. കാരണം പേരാവൂർ പഞ്ചായത്ത്, മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത്, കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് ഈ 3 പഞ്ചായത്തുകൾ ഒന്നിച്ചു ചേരുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചടങ്ങിന് ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്നതിനായി മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ടി ബിന്ദുവിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ ജോണച്ചൻ, അതുപോലെ നമ്മുടെ ഈ ഒരു ബൃഹത്തായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള പേരാവൂരിൻ്റെ MLA ശ്രീ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, കണിച്ചാർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ആന്റണി സെബാസ്റ്റ്യൻ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ശ്രീ ജോണി ചേട്ടൻ്റെ നേതൃത്വത്തിൽ പുതിയൊരു സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാം, ഇന്ന് ഏറ്റവും കൂടുതൽ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പം നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലും നമ്മൾ പല രീതിയിലുള്ള ഇപ്പോൾ ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായി എല്ലാ വർഷങ്ങളിലും മരം വെച്ച് പിടിപ്പിക്കുക. സ്കൂളിലെ ആയിക്കോട്ടെ, സംഘടനകളുടെ നേതൃത്വത്തിലായിക്കോട്ടെ, നമ്മുടെ വീട്ടിൻ്റെ സ്ഥലങ്ങളിലായിക്കോട്ടെ, ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമ്മൾ എല്ലാ വർഷങ്ങളും ചെയ്യുന്നുണ്ട്. എത്രയോ കാലങ്ങളായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാലം നമ്മൾ ഈ വർഷം വരെയും നമ്മൾ നട്ടുവെച്ച മരം അത് നമ്മൾ സ്വാഭാവികമായും ആ നടുന്ന ആ ഒരു സമയത്ത് അതിനെ നോക്കുക, അല്ലാണ്ട് പിന്നീട് അതിനെ സംരക്ഷിക്കേണ്ട ആ ഒരു രീതിയിലേക്ക് നമ്മൾ വരുന്നില്ല. അത്രയും കാലം നമ്മൾ മരം വെച്ചത് സംരക്ഷിക്കുന്ന നമുക്ക് ഇങ്ങനെയൊന്നല്ല നമ്മുടെ പ്രകൃതി ഉണ്ടാവുക. അപ്പം അത്രയും മരങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ കൂടുതൽ നമുക്കറിയാം, ഇപ്പം ഈ ബാംബു നഴ്സറിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ലഭ്യമാകുന്നുണ്ട്. അതുപോലെ തന്നെ മണ്ണൊലിപ്പ് തടയാൻ വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതിയാണ് നമ്മുടെ ഈ മുള സംരക്ഷണം. നമുക്ക് മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ ആർളം ഫാം അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ്. അപ്പോൾ ആനയുടെ ശല്യം നമുക്കുണ്ട്. അപ്പോൾ എന്നിരുന്നാലും നമുക്ക് കുറേ സ്ഥലം മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്തിന് തന്നെ നമുക്ക് സർക്കാരിൻ്റെ തന്നെ ഭൂമി നമുക്ക് 136 ഏക്കറോളം ഭൂമി നമുക്കുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പുഴക്കിണങ്ങിയ രീതിയിലുള്ള മരങ്ങളാണ് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്ത് നമുക്ക് ഇനിയും കുറച്ചുകൂടി മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് മുളഗ്രാമം എന്ന പദ്ധതിയിലേക്ക് നമ്മൾ ആസൂത്രണം ചെയ്തതാണ്. ഭാവിയിൽ അങ്ങോട്ട് എന്തായാലും ആ രീതിയിലേക്ക് തന്നെ ചെയ്യേണ്ട ആഗ്രഹം നമ്മുടെ മുന്നിലുണ്ട്. എന്തായാലും അത് തീർച്ചയായും ഇത്തരം നഴ്സറികൾ ഇത്രയും നമുക്ക് അനുയോജ്യമായ രീതിയിലേക്ക് നമ്മുടെ അടുത്ത പ്രദേശത്ത് തന്നെയാണ് ബാംബു നഴ്സറിയുടെ വ്യത്യസ്ത രീതികളുടെ മുളകളുടെ സംരംഭമായ ജോണിച്ചാട്ടിന്റെ നേതൃത്വത്തിൽ ഈ ഒരു സംരംഭം ഇവിടെ വന്നിട്ടുള്ളത്. ഈ നിറവ് ബാംബു നഴ്സറി ഏറ്റവും നല്ല രീതിയിൽ വിജയകരമായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ ഒരു ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. പ്രസിഡന്റ് വളരെ പിന്നോക്കം നിന്ന ഒരു പഞ്ചായത്തിനെ 4.5 വർഷക്കാലത്തെ നിരന്തര പരിശ്രമം കൊണ്ട് കണ്ണൂർ ജില്ലയിലെ മുൻനിര പഞ്ചായത്താക്കി മാറ്റിയ പദ്ധതി നിർവഹണത്തിൽ 100% നേട്ടം കൈവരിച്ച് കണിച്ചാറിന്റെ വികസനത്തിൽ പുതുചരിത്രം കുറിച്ച കണിച്ചാറിന്റെ പ്രിയങ്കരനായ പ്രസിഡന്റിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഞ്ജു എൻ്റെ നാട്ടുകാരിയാണ്, അതുകൊണ്ടാണ് വേദിയിലും സദസ്സിലുദിക്കുന്ന ബഹുമാനരെ, മറ്റു പ്രിയപ്പെട്ടവരെ, ഈ ബാംബു നഴ്സറി, നിറവ് ബാംബു നഴ്സറി എല്ലാവിധ ആശംസകളും നേരുകയാണ്. ജോണിച്ചേട്ടൻ്റെ ഈ പോസിറ്റീവ് സമീപനത്തിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നാടിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് നന്ദിയും കൂടെ അർപ്പിക്കുകയാണ്. കാരണം ഒരു സാധാരണ മനുഷ്യർക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും മുകളിൽ ചിന്തിച്ചുകൊണ്ടാണ് ജോണിച്ചേട്ടൻ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാൻ പറ്റിയത്. ഇത് ലാഭമോ നഷ്ടമോ അല്ല, ഒരു നമ്മുടെ പ്രകൃതിയോടുള്ള അടുത്ത തലമുറയോടുള്ള സ്നേഹം മാത്രമാണ് ജോണിച്ചേട്ടനെ ഈ ഒരു സംരംഭത്തിന് പ്രാപ്തനാക്കിയതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇതിൻ്റെ ഈ തുടങ്ങുന്ന സമയത്തെ ഈ കാര്യങ്ങൾ എന്നോട് ചർച്ച ചെയ്തിരുന്നു. ഒരാശങ്കയുണ്ടായിരുന്നു, പക്ഷേ നല്ല ആത്മവിശ്വാസത്തോടെ പറയുന്ന കാര്യത്തിൽ നല്ല ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ജോണിച്ചേട്ടന് കഴിഞ്ഞു. ഇപ്പോൾ നേരത്തെ ഇവിടെ ജോണിച്ചേട്ടനൊരു ആമുഖ പ്രസംഗം നടത്തിയപ്പോൾ അതിനകത്ത് പറഞ്ഞു പ്രകൃതിയെ എങ്ങനെ ഞങ്ങൾ സംരക്ഷിക്കാം എന്നുള്ളത്.
നമ്മൾ സാധാരണ മരങ്ങൾ നേരത്തെ അച്ഛൻ ഇവിടെ പറഞ്ഞതുപോലെ മരങ്ങൾ നട്ടുപിടിപ്പിക്കും. തേക്കോ അല്ലെങ്കിൽ മഹാഗണിയോ അങ്ങനെയുള്ള മരങ്ങളാണ് നമ്മൾ. അതെല്ലാം വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന മരങ്ങളാണ്. പക്ഷേ നമ്മൾ ജലം സംരക്ഷിക്കുന്ന, പ്രകൃതി സംരക്ഷണം നടത്തുന്ന സസ്യങ്ങളാണ് നമ്മുടെ ഓടകളും ഈറ്റകളും എന്ന് പറയുന്നത്. അവർ മഴക്കാലത്ത് വെള്ളം സംരക്ഷിച്ച് വെക്കും, വേനൽക്കാലത്ത് അത് പുറത്തേക്ക് വിടും. നമുക്കറിയാം ഓടയുള്ള സ്ഥലങ്ങളിലെല്ലാം നേരത്തെ ഉറവയുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഓടകളൊന്നും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാലത്താണ് ഇപ്പോൾ ഇവിടെ പ്രസംഗിച്ച എല്ലാവരും പ്രകൃതി സംരക്ഷണത്തെ പറ്റി, നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനത്തെ പറ്റിയും പറഞ്ഞു. അതിനെല്ലാം ഒരു പ്രതിമരുന്നാണ്, ഒരു ചെറിയ തുടക്കമാണ് ജോണി ചേട്ടൻ തുടങ്ങിയിട്ടുള്ളത്. ജോണി ചേട്ടനെ ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അവസാനിക്കും. ശ്രീമതി ഷാന്റി തോമസ് ഉദ്ഘാടനം നടത്തിയ ബഹുമാന്യായ നമ്മുടെ MLA സണ്ണി സാർ, ഇവിടെ അധ്യക്ഷനായി നമ്മുടെ ഇടവക വികാരി ജോണച്ച, ഏറ്റവും സ്നേഹമുള്ള പ്രസിഡന്റുമാരെ, മറ്റ് വേദിയിലും സദസ്യരുമായുള്ള വിശിഷ്ട വ്യക്തികളെ, എൻ്റെ സഹോദരി സഹോദരന്മാരെ, നിറവ് ബാംബു നേഴ്സറി ഇവിടെ പറഞ്ഞു. അപ്പോൾ ഈ നേഴ്സറിയുടെ പ്രത്യേകതയും അച്ഛൻ പറഞ്ഞതുപോലെ വ്യത്യസ്തമായ ഒരു സംരംഭമാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. നല്ല കാലാവസ്ഥയും അതുപോലെ നല്ല ഒരു പ്രദേശവുമാണ്. നമ്മുടെ ഈ 3 പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഈ മേഖലയിൽ ഇങ്ങനെ ഒരു സംരംഭം ആദ്യമായിട്ടാണ് ഈ പ്രദേശത്തേക്ക് തന്നെ വരുന്നത്. അപ്പം ജോൺ ചേട്ടൻ്റെ പോസിറ്റീവ് എനർജിയാണ് ഇതിന് മുന്നിൽ. അതുപോലെ തന്നെ ഈ മുളകളെല്ലാം നമ്മുടെ ഈ പ്രദേശങ്ങൾക്ക് അനുയോജ്യമായ കാലാവസ്ഥയൊക്കെയാണ്. അപ്പം നമ്മളെല്ലാവരും നമ്മുടെ പറമ്പുകളിൽ നമ്മളോർക്കും ഈ റബ്ബറും തെങ്ങും ഒക്കെയാണ് നമ്മുടെ കൃഷി ഇവിടെ സാധാരണയായി കാണുന്നത്. മുളകൾ നമ്മൾ അപൂർവമായി മാത്രമേ നടാറുള്ളൂ. ഞാൻ ഈ ജോണിച്ചേട്ടൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ജോണിച്ചേട്ടൻ്റെ പഴയ വീടിൻ്റെ പരിസരത്ത് മുഴുവൻ മുളയാണ്. അപ്പം ഞാൻ നല്ല വേനൽക്ക് നമുക്ക് അവിടെ പോയി നിൽക്കുമ്പോൾ തന്നെ അറിയാം, നമ്മുടെ മേത്തേക്ക് ചെറിയ 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 ഒരു കണങ്ങൾ നമ്മുടെ മേത്തേക്ക് വിടും ജലങ്ങൾ. അപ്പം നമുക്ക് പ്രത്യേക ഒരു കുളിർമയാണ് ജോണിച്ചേട്ടൻ്റെ വീടിൻ്റെ പരിസരം തന്നെ ഈ മുളകൾ നട്ടുപിടിച്ചത്. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു അറിവ് പോലെ ജോണിച്ചേട്ടനിൽ നിന്നാണ് ഞങ്ങളെല്ലാം ശംസീകരിച്ചത്. ഇപ്പം നമ്മുടെ ഈ പ്രദേശത്ത് റബ്ബറും തെങ്ങും ഒക്കെ നടന്നതുപോലെ നമ്മുടെ പറമ്പുകളിൽ സ്ഥലമുള്ള നോക്കി നമുക്ക് ഈ നേഴ്സറികൾ മുളകൾ ധാരാളമായി നട്ടുപിടിപ്പിക്കാനും നമുക്ക് അടുത്ത തലമുറയ്ക്ക് നല്ല ശുദ്ധവായുവും ശുദ്ധവെള്ളവും കൈമാറുവാനുള്ള ഒരവസരം ജോണിച്ചേട്ടൻ മുഖാന്തരം നമുക്ക് എല്ലാവർക്കും ഈ ഇടവകയിലും ഈ 3 പഞ്ചായത്തുകളിലും സാധിക്കുമാറാകട്ടെ. ജോണിച്ചേട്ടൻ്റെ ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പറും ജോണിച്ചേട്ടന്റെ സഹോദരിയുമായ ശ്രീമതി ലൈസ മാമിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പേരാവൂർ നിയോജക മണ്ഡലം MLAയുമായ ബഹുമാനപ്പെട്ട സണ്ണി ജോസഫ് സാർ, കടിച്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ, പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വേണുഗോപാലൻ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, വളരെ കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ടാണ് നിറവ് ബാബു നഴ്സറി ഇന്നിവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ സാധിച്ചത്. ഈ പെരുപിള്ളിയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ അഭിമാനകരമായ ഒരു നിമിഷമാണ് ഇന്നിത്. അതുകൊണ്ട് ഉപകാരം ഉണ്ടാവും. പിന്നെ ഏണി ഉണ്ടാക്കുന്നത് മാത്രമല്ല, ഇപ്പോൾ ഈ തെങ്ങ്, കവുങ്ങ്, മുള എന്നൊക്കെ പറഞ്ഞാൽ ഒരു വർഗത്തിൽപ്പെട്ട സാധനമാണ്. ഒരേ വർഗ അത് കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ ഇത് വെച്ച് നോക്കിയാൽ ഒരു വർഗത്തിൽപ്പെട്ട സാധനമാണ് ഈ ഏണി, മുള, ഓട, ഇതെല്ലാം. ഇത് നമ്മൾ 2-3 തരത്തിൽ ഇതിനെ കൊണ്ട് ഒരുപാട് തരത്തിൽ ആവശ്യമുണ്ട്. ഞങ്ങളെ കൊട്ടിയൂരിലെ ഊട്ടുപുര ഉണ്ട്, അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അത് മെയ്യുന്നത് ഈ ഓടയുടെ ഇല കൊണ്ടാണ്. ഓടയുടെ ഇല കൊണ്ട്, അപ്പോൾ അത്രയും സമൃദ്ധമായ ഓട വേണം. ഓടയുടെ ഇല കൊണ്ടാണ് അത് മെയ്യുന്നത്. അല്ലാതെ 100% പ്രകൃതിദത്തമായിരിക്കണം ആ ഊട്ടുപുര എന്നാണ് അതിൻ്റെ നിബന്ധന. ഓടയുടെ ഇല കൊണ്ടാണ് മെയ്യും, വേറെ സാധനം ഉപയോഗിക്കില്ല. മറ്റപ്പുറത്തുള്ള ചില സാധനങ്ങൾ ഞെട്ടിപ്പയർ കൊണ്ട് മെയ്യും, അതും പ്രകൃതി.
ആ നമസ്കാരം. ആ ഓട്ടോകുത്തി പോരാ, ഞാൻ അവിടെ നോക്കിയപ്പോട്ട് എല്ലാം മുളകായോ?